UDF മണ്ണാർക്കാട് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന വിഷം ആദ്യം കുത്തിവെച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതമായാൽ എങ്ങനെയിരിക്കുമെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് BJP വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിലേക്ക് മാറിയത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് LDFന് തക്കതായ മറുപടി കൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രാവശ്യം സംശോധന വേണമെന്ന് ഏതെങ്കിലും ഒരു മണ്ഡലം തൻ്റെ മുമ്പത്തെ MLA വേണമെന്ന് പറയുന്നത് മണ്ണാർക്കാട്ടുകാർ മാത്രമാണ്. അതിൽ സംശുദ്ധിൻ്റെ ഇഷ്ടമൊന്നുമല്ല അന്ന് നമ്മൾ നോക്കിയത്. സംശുദ്ധിന് ഈ ഓടാലും അട്ടപ്പാടിക്ക് പോകലൊക്കെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച മണ്ഡലം പാലക്കാട് മണ്ഡലമാണ് എന്ന് അന്നത്തെ CPMൻ്റെ പ്രതിനിധി എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും ആലോചിച്ചുകൂടാ, ഒരു ദിവസം വേണം ഒന്ന് മണ്ണാർക്കാട് അട്ടപ്പാടി പോയി വരാൻ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ MLAയും ഒക്കെ ഈ ഒരു വലിയ മണ്ഡലമാണ് എന്നുള്ളത് അവർക്ക് ഓടിയെത്താൻ സാധിക്കാത്ത, ഓടാൻ ആഗ്രഹിക്കാത്ത, ഓടിയെത്താൻ സാധിക്കാത്ത. ശ്രീകണ്ഠനും ഞങ്ങളൊക്കെ അവരുടെ അടുത്ത് കഴിഞ്ഞ 5 വർഷമായി മുമ്പ് അറിയാം. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലമായി ശ്രീകണ്ഠനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന് നല്ല ഓർമ്മകളാണുള്ളത്. ആ ഓർമ്മകൾ ഇനിയും ഒരു 3 കൊല്ലക്കാർ എനിക്കുണ്ട്. ഇനിയും നമുക്ക് ഡൽഹിയിൽ നമുക്ക് പഴയ പോലെ തന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഒന്നിച്ച് കഴിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മരക്കാരൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഓരോ പ്രവർത്തകരും എല്ലാ വിഭാഗത്തിലും എല്ലാ നമ്മുടെ പോഷക സംഘടനകളുടെയും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെയും മറ്റ് ഘടകകക്ഷികളെല്ലാം ഈ കാര്യത്തിൽ നമുക്കറിയാം. നമുക്ക് ആരാണ് ഇവിടുന്ന് പോകേണ്ടത് എല്ലാവർക്കും വ്യക്തമായിട്ട്. പക്ഷേ എത്ര ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നമുക്കിതിലും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങാൻ സാധിക്കും. അതിന് തക്ക മറുപടി നമുക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കാൻ സാധിക്കും, LDFന് കൊടുക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയിലെ ഈ കോൺഗ്രസ് വിരോധം ചെറുപ്പം മുതലേ കുത്തിവെച്ചത് കൊണ്ടാണ്, മറ്റൊന്നുമല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ പറഞ്ഞതിന് മുമ്പ് തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ വിഷം കുത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് വിമുക്തമായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായപ്പോഴാണ് ഈ BJP വിമുക്ത എന്ന മുദ്രാവാക്യത്തിലെത്തിയത്. MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള കുപ്രചരണങ്ങൾക്കെതിരെ മണ്ഡലത്തിൽ നടത്തിയ വികസന രേഖ തയ്യാറാക്കി സമ്മതിദായകരിലേക്ക് എത്തിക്കുമെന്ന് UDF പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം 2 പേരെ പ്രഖ്യാപിച്ചതല്ല, രാഷ്ട്രപതിക്ക് നോട്ട് തീരുമാനം കൊടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ച് പോകും. എന്താ, ഒരു ഇന്ത്യയിലെ 100 കോടിയോളം വരുന്ന ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുക, അതിൻ്റെ ക്രമീകരണങ്ങൾ, ആലോചനകളൊക്കെ വളരെ ശക്തമായി ഇതുപോലെ ജനാധിപത്യപരമായി നടത്തേണ്ട ആ കമ്മീഷൻ അംഗങ്ങളെ 10 മിനിറ്റ് മുമ്പാണ് അജണ്ടയാക്കി ആർക്ക് കൊടുക്കുന്നത്? പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നത്. നിയോജക മണ്ഡലം ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും പേര് പറഞ്ഞ് ആളുകൾ കലഹിക്കരുത്. ഇസ്ലാമിക ഹൈന്ദവ ചിഹ്നങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ തമ്മിൽ കലഹിക്കേണ്ട കാര്യമില്ല. കാരണം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഇവിടെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാണ് തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് പോലും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ CAA, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ചില സംഗതികൾ ഇപ്പൊ അവരെ കൂട്ടത്തിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് വെച്ചാണ് കശ്മീരിലെ പുൽവാമയിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതും സംഘടനമുണ്ടാകുന്നതും ഈ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട 45ഓളം ജവാന്മാർ കൊല്ലപ്പെടുന്നത്. ജവാന്മാർ കൊല്ലപ്പെട്ടത് വളരെ വേദനാജനകമാണ്.
നമുക്ക് ആർക്കും അത് ഹൃദയവേദനയോടുകൂടിയല്ലാതെ ഓരോ ജവാന്റെയും മൃത്യു കേൾക്കാൻ കഴിയില്ല. കാരണം രാവില്ലാതെ പകലില്ലാതെ വെയിലില്ലാതെ മഞ്ഞില്ലാതെ ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ ആ ജവാന്മാർ കാക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ സുഖലോലുപരായി കഴിയുന്നത്. അപ്പൊ ജവാൻ ജയ് കിസാൻ, അതാണ് ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം. പക്ഷേ ആ ജവാന്മാർ കൊല്ലപ്പെട്ടതിൽ സംശയം പ്രകടിപ്പിച്ചത് കൺവീനർ PC ബേബി സ്വാഗതം പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, KPCC സെക്രട്ടറി C ചന്ദ്രൻ, UDF നേതാക്കളായ അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, P ബാലഗോപാൽ, VD ജോസഫ്, പൊൻപാറ കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.